ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നോമ്പിന്റെ 14-ാം ദിനത്തിലേക്ക് നമുക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 15-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ഈ പുസ്തകത്തിന്റെ പേര് പോലെ തന്നെ കർത്താവിന്റെ അപ്പോസ്തലന്മാരുടെ ജീവിതത്തെയും അവരുടെ സുവിശേഷ പ്രവർത്തനങ്ങളെയും രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവർത്തികൾ. അപ്പോസ്തല പ്രവർത്തികൾ 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്നുള്ള അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ച സഭ തങ്ങളുടെ ശുശ്രൂഷ യെരുശലേമിലും യഹൂദയിലും ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൗലോസ് തന്റെ പ്രവർത്തനങ്ങളിലൂടെ യഹൂദേതരായ ആളുകളുടെ ഇടയിലേക്കും സുവിശേഷ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നുണ്ട്. അതിലൂടെ യഹൂദേതരായ വ്യക്തികളുടെ ഇടയിലും സുവിശേഷം അറിയിക്കുന്നത് സാധ്യമാണ് എന്നത് സഭയ്ക്ക് മനസ്സിലാവുന്നു. ഇതുമൂലം അവർ തങ്ങളുടെ സുവിശേഷ പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അവർ നിഷ്കർഷിച്ചു പോന്നിരുന്ന പരിച്ഛേദന മുതലായ നിയമങ്ങൾ യഹൂദേതരായ വ്യക്തികളിലേക്ക് സുവിശേഷം അറിയിക്കുന്നതിൽ ഒരു പ്രതിസന്ധിയായിരുന്നു. അങ്ങനെ AD 49 യാക്കോബ് അപ്പോസ്തലന്റെ നേതൃത്വത്തിൽ ഒരു കൗൺസിൽ വിളിച്ചുകൂട്ടുകയുണ്ടായി. ഇതാണ് 15-ാം അധ്യായത്തിന്റെ മുഖ്യ പ്രതിപാദ്യ വിഷയം. ഈ കൗൺസിലിൽ അവരെടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 15-ാം അധ്യായം അതിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ എടുക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടി ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതേണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. മോശയുടെ ന്യായപ്രമാണം ശബ്ബത്ത് തോറും പള്ളികളിൽ വായിച്ചു വരുന്നതിനാൽ പൂർവ്വകാലം മുതൽ പട്ടണം തോറും അവർ പ്രസംഗിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെ സഭ വീണ്ടും യഹൂദേതരുടെ മധ്യത്തിലേക്ക് സുവിശേഷമായി ഇറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിയമം മനുഷ്യരെ വീണ്ടെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അവന്റെ തെറ്റുകളിൽ നിന്ന് തിരികെ കൊണ്ടുവന്ന അവനെ രൂപപ്പെടുത്തി ഒരു മനുഷ്യത്വത്തിലേക്ക് അവനെ കൊണ്ടുവരുന്നതിനാണ് നിയമങ്ങൾ. എന്നാൽ നിയമം മനുഷ്യനെ തള്ളിക്കളയുകയും മനുഷ്യരെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു മുഖാന്തരമായി പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു. അവിടെയാണ് പൗലോസ് അപ്പോസ്തലൻ നിയമത്തെ പാടി ഉപേക്ഷിക്കുവാനല്ല, മോശ പ്രഖ്യാപിച്ചിട്ടുള്ള നിയമത്തിന്റെ ആത്മാവിനെ ഉൾക്കൊള്ളുകയും എന്നാൽ അതിന്റെ കേവല വാക്കുകളിൽ പോകാതെയിരിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും അതിന്റെ സ്വത്ത് തിരിച്ചറിയുന്നത്, അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നത് തിരിച്ചറിയുന്നത് പ്രധാനമാണ്. ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന് നൽകുവാൻ കഴിയുന്നുണ്ടോ എന്നത് ഒരു ചോദ്യമാണ്. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക എന്നതല്ല, നാം നമ്മെ തന്നെ സമർപ്പിക്കുന്ന ഒരു യാഗമായി അത് മാറുന്നുണ്ടോ എന്നതാണ് പ്രധാനം. കുമ്പസാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല, അവിടെ എന്റെ അനുതാപം പൂർണ്ണമായി നടക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്നില്ല എങ്കിൽ അത് കേവലം വാക്കുകളിൽ ഒതുങ്ങുന്ന നിയമത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് കേവലം നിയമങ്ങളുടെ ആചരണത്തിൽ മാത്രം ഒതുങ്ങിപ്പോകാതെ ദൈവം നൽകിയിട്ടുള്ള കൽപ്പനകളുടെയും നിയമങ്ങളുടെയും അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നവരായി മാറുവാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവിടുത്തെ ഹിതം മനസ്സിലാക്കി അങ്ങയോട് അടുക്കുവാനും മറ്റുള്ളവരെ അങ്ങയോട് അടുപ്പിക്കുവാനുമായി ഞങ്ങളെ എടുത്തുപയോഗിക്കണമേ. ആമേൻ.